ലിംഗ്വിസ്റ്റിക്സിലെ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ട്രാൻസ്ക്രൈബ് ആൻഡ് മാർക്ക് സ്ട്രെസ്. ഒരു 5 വാക്കുകൾ തന്നിട്ട് അത് ട്രാൻസ്ക്രൈബ് ചെയ്ത് അതിൻ്റെ സ്ട്രെസ് മാർക്ക് ചെയ്യാൻ ചോദിക്കുന്ന സ്ഥിരം ചോദ്യമാണ്. സോ ദിസ് ടോപ്പിക് ഈസ് ഡിസ്കസിങ് നൗ ഹിയർ ഹൗ ടു മാർക്ക് സ്ട്രെസ് ഓഫ് എ വേർഡ്. ലിംഗ്വിസ്റ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എങ്ങനെ ഒരു വാക്ക് കിട്ടിയാൽ അതിൻ്റെ സ്ട്രെസ് മാർക്ക് ചെയ്യാം. ആൻഡ് ദർ ആർ സം റൂൾസ് ഫോർ ഇറ്റ്. ഇതിന് ചില നിയമങ്ങളുണ്ട്. First one, most of the 2-syllabic nouns and adjectives carry stress on the first syllable. ഇനി ഒന്നാമത്തെ നിയമം, മിക്കവാറുമുള്ള 2 സിലബിൾ, നമുക്കറിയാം സിലബിൾ എങ്ങനെ തിരിക്കുന്നത്, അതിലെ വവലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ സിലബിൾ തിരിക്കുന്നത്. വവൽ ഇല്ലാതെ തന്നെയും സിലബിൾ ഉണ്ടാകാം. ചില വാക്കുകൾ, ബൾബ് എന്ന് പറയുന്ന ആ വാക്കിൽ 2 സിലബിക്കാണ്. അങ്ങനെയുള്ള സിലബിൾ തിരിക്കുമ്പോൾ 2 സിലബിളുള്ള നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്. നൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്, അല്ലെങ്കിൽ ആബ്സ്ട്രാക്റ്റ് നൗൺസ്. അങ്ങനെയുള്ള നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. ഇറ്റ് ഈസ് ദി എന്താണ് ക്വാളിഫയർ ഓഫ് ദി നൗൺ. നൗണിനെ ക്വാളിഫൈ ചെയ്യുന്ന വാക്കിനെയാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അങ്ങനെ 2 സിലബിക് ആയിട്ടുള്ള നൗണോ അഡ്ജക്റ്റീവോ വരികയാണ് എങ്കിൽ, അങ്ങനെയുള്ള വാക്കുകളാണ് തരുന്നത് എങ്കിൽ ഇത് ക്യാരി സ്ട്രെസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. അതിന് ഫസ്റ്റ് സിലബിളിലായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക. സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത് ആ വാക്കിൻ്റെ തൊട്ട് മുകളിലൊരു വരയാണ്, അപ്പോസ്ട്രോഫി ഇടുന്ന പോലെ ഒരു ചെറിയ വര. എക്സാമ്പിൾ, പേർപ്പിൾ. പേർപ്പിൾ എന്ന് പറയുന്ന 2 സിലബിക് വേർഡാണ്, അതിൻ്റെ സ്ട്രെസ് തുടക്കത്തിലാണ്. അതേപോലെ ഹാപ്പി, റെയിനി, അങ്ങനെയുള്ള വാക്കുകളൊക്കെ 2 സിലബിളുള്ള നൗൺ അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് ക്യാരി സ്ട്രെസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. രണ്ടാമത്തെ നിയമം, 2 സിലബിക് വേർബ്സ് ഓർ പ്രിപ്പോസിഷൻസ് ക്യാരി സ്ട്രെസ് ഓൺ ദി സെക്കൻഡ് സിലബിൾ. ഇനി 2 സിലബിളുള്ള നൗണും അഡ്ജക്റ്റീവിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. 2 സിലബിളുള്ള വേർബ് അല്ലെങ്കിൽ പ്രിപ്പോസിഷൻ ആണ് നമുക്ക് തരുന്നത് എങ്കിൽ എന്താണ്, സെക്കൻഡ് സിലബിളിലായിരിക്കും അതിൻ്റെ സ്ട്രെസ്. നമ്മൾ ആദ്യം പാർട്സ് ഓഫ് സ്പീച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. ദെൻ റിലാക്സ്. റിലാക്സ് എന്ന് പറയുന്ന വേർബ്. അതേപോലെ തന്നെ ബിറ്റ്വീൻ എന്നത് പ്രിപ്പോസിഷനാണ്. അതേപോലെ റിസീവ് എന്ന വേർബ്. അങ്ങനെയുള്ള വേർബാണ് അല്ലെങ്കിൽ പ്രിപ്പോസിഷനാണ് വരുന്നതെങ്കിൽ സെക്കൻഡ് സിലബിളിലായിരിക്കും അതിൻ്റെ സ്ട്രെസ്. മൂന്നാമത്തേത്, വേർഡ്സ് ദാറ്റ് സെർവ് ആസ് ബോത്ത് നൗൺ ആൻഡ് വേർബ്. ചില വാക്കുകൾ നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കും. അങ്ങനെ നൗണായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് ക്യാരി സ്ട്രെസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. തുടക്കത്തിലായിരിക്കും അതിൻ്റെ സ്ട്രെസ്. നൗൺ ആണെങ്കിൽ പ്രസൻറ്റ് എന്നുള്ളത് ഗിഫ്റ്റ്. ഹി ഗേവ് മീ എ പ്രസൻറ്റ്. ഒരു പ്രസൻറ്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് തന്നു, അതിൻ്റെ സ്ട്രെസ് തുടക്കത്തിലായിരിക്കും. കാരണം പ്രസൻറ്റ് എന്ന് പറയുന്നത് അവിടെ നൗണാണ്. അതേസമയം ഹി പ്രസൻറ്റഡ് എ പേപ്പർ. ഹി പ്രസൻറ്റഡ്, അവിടെ പ്രസൻറ്റ് സെൻറ്റിൻ്റെ അടുത്താണ്, അതായത് സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് വരുന്നത്. വേർബ് ആണെങ്കിൽ സെക്കൻഡ് സിലബിളിലും നൗൺ ആണെങ്കിൽ ഫസ്റ്റ് സിലബിളിലുമായിരിക്കും അതിന് സ്ട്രെസ് വരിക. അതേപോലെ ഓബ്ജക്റ്റ് എന്ന വാക്ക്. ഹി ഒബ്ജക്റ്റഡ് മൈ പ്ലാൻസ്. ഹി ഒബ്ജക്റ്റിൻ്റെ അടുത്താണ് സ്ട്രെസ് വരുന്നത്, അവിടെ വേർബാണ്. അതേസമയം അത് നൗണായിട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് സിലബിളിലാണ് അതിൻ്റെ സ്ട്രെസ് വരുന്നത്. നെക്സ്റ്റ്, വേർഡ്സ് എൻഡ് ഇൻ ER or LY ക്യാരി സ്ട്രെസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. ER അല്ലെങ്കിൽ LY അവസാനിക്കുന്ന വാക്കുകളിൽ ഫസ്റ്റ് സിലബിളിലായിരിക്കും സ്ട്രെസ് ഉണ്ടാവുക. ഓർഡർലി, അതേപോലെ തന്നെ സൈലൻ്റ്ലി, ഈസിയർ, ഗ്രാൻഡ്യർ, അങ്ങനെയുള്ള വാക്കുകളിൽ ഫസ്റ്റ് സിലബിളിലായിരിക്കും അതിൻ്റെ സ്ട്രെസ് ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് റൂൾ, വേർഡ്സ് എൻഡിങ് ഇൻ കോൺസണൻസ് ഓർ Y ക്യാരി സ്ട്രെസ് ഓൺ ദി ഫസ്റ്റ് സിലബിൾ. കോൺസണൻസ് നമുക്കറിയാം, ദർ ആർ 24 കോൺസണൻസ്. 20 വവൽസ്, 24 കോൺസണൻസ് ആണുള്ളത്. ഇനി ഈ വവൽസിനെ തന്നെ പ്യുവർ വവൽ എന്നും ഡിഫ്തോങ്സ് എന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. 12 പ്യുവർ വവൽസ്, 8 ഡിഫ്തോങ്സ്. അങ്ങനെ 44 സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഹിയർ നമ്മൾ പറഞ്ഞു, കോൺസണൻ്റ് ആണ് അല്ലെങ്കിൽ വൈയിലാണ് അവസാനിക്കുന്നതെങ്കിൽ ഫസ്റ്റ് സിലബിളിലായിരിക്കും അതിൻ്റെ സ്ട്രെസ് ഉണ്ടായിരിക്കുക. ജനറസ് എന്ന് പറയുന്നത്
ആ വാക്ക്, അതേപോലെ തന്നെ ഓപ്ഷണൽ, റേറിറ്റി തുടങ്ങിയ വാക്കുകൾക്കൊക്കെ ഫസ്റ്റ് സിലബിളാണ് അതിന്റെ സ്ട്രെസ് വരുന്നത്. നെക്സ്റ്റ്, ഇൻ വേർഡ്സ് ഹാവിംഗ് സഫിക്സസ് സ്ട്രെസ് ക്യാരീസ് ദ സിലബിൾ റൈറ്റ് ബിഫോർ ദി സഫിക്സ്. ഇനി സഫിക്സുകളുള്ള വാക്കുകൾ, സഫിക്സ് ആൻഡ് പ്രിഫിക്സ് നമുക്കറിയാം. സഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്കിന്റെ അവസാനം ചേർക്കുന്നതാണ് സഫിക്സ്, മുന്നിൽ ചേർക്കുന്നതിനെ പ്രിഫിക്സ് എന്നും പറയും. ഫോർ എക്സാമ്പിൾ, എക്സാമിനേഷൻ, എക്സാം എന്നുള്ളതിന്റെ എന്താണ് സഫിക്സ് ആണ് ഏഷ്യൻ എന്ന് പറയുന്ന വാക്ക്, എക്സാമിനേഷൻ. അതേപോലെ തന്നെ എന്താണ് എൻകറേജ്, കറേജ് എന്നുള്ളതിന്റെ മുന്നിലാണ് എന്നുള്ള വാക്ക് ചേർത്തേക്കുന്നത്, എൻകറേജ്, അത് പ്രിഫിക്സ് ആണ്. അങ്ങനെ പ്രിഫിക്സും സഫിക്സും ഉള്ള വാക്കുകളിൽ അതിൽ സഫിക്സ് ഉള്ള വാക്കുകളാണോ എങ്കിൽ സ്ട്രെസ് സഫിക്സിന്റെ തൊട്ട് മുന്നേ ഉള്ള സിലബിളിലായിരിക്കും ഉണ്ടാവുക. എക്സാമ്പിൾ, ഏബിൾ എന്ന് പറയുന്ന വാക്ക്, ആഡബിൾ, ഏബിൾ എന്നുള്ള ആ സഫിക്സിന്റെ കൂടെ വരുന്ന ആഡ് എന്നുള്ള വാക്ക്, ആഡബിൾ, അതിന്റെ ഫസ്റ്റ് സിലബിളിലാണ്. അതേപോലെ തന്നെ മ്യൂസീഷ്യൻ, മ്യൂസീഷ്യൻ, അവിടെയും സ്ട്രെസ് വരുന്നത് മ്യൂസീഷ്യൻ, ഷന്റെ തൊട്ട് മുന്നിലുള്ള വാക്ക് മ്യൂസീഷ്യൻ. അതേപോലെ തന്നെ ഫിസീഷ്യൻ, ഫിസീഷ്യൻ എന്നുള്ള സെക്കൻഡ് പാർട്ടിലാണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ തന്നെ ഏഷ്യൻ എന്ന് പറയുന്ന വാക്ക്, എക്സാമിനേഷൻ, ആ ഏഷ്യൻ എന്ന് പറയുന്ന വാക്കിന്റെ ആ ഒരു എൻഡിങ് പാർട്ടിലായിരിക്കും അതിന്റെ സ്ട്രെസ് വരുന്നത്. ഏഷ്യൻ, TION വരുന്ന ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. എക്സാമിനേഷൻ, നേഷൻ അങ്ങനെയുള്ള വാക്കുകൾക്കൊക്കെ ആ ഒരു TION വരുന്ന ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ഇനി ചില വാക്കുകൾ എയ്ഡിൽ അവസാനിക്കുന്ന, ADയിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ, ആ വാക്കുകൾക്ക് ആ AD അത് തുടങ്ങുന്ന ആ ഭാഗത്തായിരിക്കും സ്ട്രെസ് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ക്രൂസെയ്ഡ്, ക്രൂസെയ്ഡ് എന്നുള്ളതിന്റെ ആ എയ്ഡിന്റെ തൊട്ട് മുന്നെയാണ് സെയ്ഡ്, ക്രൂസെയ്ഡ്, ആ ഡിവിഷൻ വരുന്ന സമയത്ത് ക്രൂസെയ്ഡ്, അവിടെയാണ് സെയ്ഡ് എന്നുള്ള ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ തന്നെ ആർക്കെയ്ഡ്, ആർക്കെയ്ഡ്, ആർക്ക് സൗണ്ടിന്റെ അടുത്താണ്, ആർക്കെയ്ഡ് എന്ന് പറയുന്ന ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ ഇയിൽ അവസാനിക്കുന്ന വാക്കുകൾ, എഗ്രി, എഗ്രി, ആ വാക്കിന്റെയും G ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ ഗ്യാരണ്ടി, T ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ QUEയിൽ യുണീക്ക്, യുണീക്ക്, അതേപോലെ തന്നെ ഫിസിക്, ആ QUE ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. പിന്നീട് OONൽ അവസാനിക്കുന്ന വാക്കുകൾ, ഫോർ എക്സാമ്പിൾ ബലൂൺ, ആഫ്റ്റർനൂൺ, കാർട്ടൂൺ, അവിടെയൊക്കെ ആ ഒരു ഊൺ, ടൂൺ, ആ കാർട്ടൂൺ, ആ ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ ബലൂൺ, ആ എന്താണ് ഓ വരുന്ന ആ ഒരു സിലബിളിന്റെ ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ആഫ്റ്റർനൂൺ ആയാലും അതേപോലെ ന്യൂണിന്റെ ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. പിന്നീട് സ്ട്രെസ് ഓൺ കോമ്പൗണ്ട് വേർഡ്സ്, അല്ലെങ്കിൽ കോമ്പൗണ്ട് നൗൺസ് ഉണ്ടാകും. കോമ്പൗണ്ട് നൗൺ ഇസ് എ നൗൺ മെയ്ഡ് ഔട്ട് ഓഫ് 2 നൗൺസ്, 2 നൗണുകൾ ചേർത്തുണ്ടാക്കുന്ന മറ്റൊരു പുതിയ വാക്കിനെയാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാരി എന്താണ് സീംസ് ടു ബി ദ സെയിം വേർഡ്, ഒരേ വാക്കാണ് പക്ഷെ 2 നൗൺ ചേർത്തുണ്ടാക്കുന്നതാണ് കോമ്പൗണ്ട് വേർഡ്. ഇൻ സച്ച് വേർഡ്സ് ദ സ്ട്രെസ് ക്യാരീസ് ഇൻ ദി ഫസ്റ്റ് വേർഡ്, സ്ട്രെസ് കാണുന്നത്, അതിന്റെ സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് വേർഡിലാണ്. ഫോർ എക്സാമ്പിൾ, സീ ഫുഡ്, സീ ഫുഡ്, സീ ഫുഡ് എന്നുള്ളിടത്ത് ഫസ്റ്റ് സിയും ഫുഡും കൂടി ചേർന്നിട്ടാണ്, 2 നൗൺസ് ആണ്, അത് 2 കൂടി ചേർന്നിട്ടാണ് കോമ്പൗണ്ട് നൗണായ സീ ഫുഡ് എന്ന വാക്ക് ഉണ്ടാവുന്നത്. അതിലെ ഫസ്റ്റ് സിലബിൾ സിയുടെ ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ഫുട്ബോൾ, ഫുട്ബോൾ, ആ 2 വാക്കും കൂടി ചേർന്ന് ഫുട്ബോൾ എന്നുള്ളിടത്ത് എഫിന്റെ സ്ഥാനത്താണ് നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ബാസ്കറ്റ് ബോൾ, ടൂത്ത് പേസ്റ്റ്, അവിടെയൊക്കെ നമ്മൾ ഫസ്റ്റ് സിലബിളിലാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ഇനി ചില വാക്കുകൾ എയ്ഡിൽ അവസാനിക്കുന്ന, ADയിൽ അവസാനിക്കുന്ന ചില വാക്കുകൾ, ആ വാക്കുകൾക്ക് ആ AD അത് തുടങ്ങുന്ന ആ ഭാഗത്തായിരിക്കും സ്ട്രെസ് മാർക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ക്രൂസെയ്ഡ്, ക്രൂസെയ്ഡ് എന്നുള്ളതിന്റെ ആ എയ്ഡിന്റെ തൊട്ട് മുന്നെയാണ് സെയ്ഡ്, ക്രൂസെയ്ഡ്, ആ ഡിവിഷൻ വരുന്ന സമയത്ത് ക്രൂസെയ്ഡ്, അവിടെയാണ് സെയ്ഡ് എന്നുള്ള ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ തന്നെ ആർക്കെയ്ഡ്, ആർക്കെയ്ഡ്, ആർക്ക് സൗണ്ടിന്റെ അടുത്താണ്, ആർക്കെയ്ഡ് എന്ന് പറയുന്ന ഭാഗത്താണ്
സ്ട്രെസ് വരുന്നത്. അതേപോലെ ഇയിൽ അവസാനിക്കുന്ന വാക്കുകൾ എഗ്രി, എഗ്രി ആ വാക്കിൻ്റെയും ജി ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ ഗ്യാരണ്ടി, ടി ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ QUEയിൽ യുണീക്ക്, യുണീക്ക്, അതേപോലെ തന്നെ ഫിസിക്, ആ QUE ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. പിന്നീട് OONൽ അവസാനിക്കുന്ന വാക്കുകൾ, ഫോർ എക്സാമ്പിൾ ബലൂൺ, ആഫ്റ്റർനൂൺ, കാർട്ടൂൺ, അവിടെയൊക്കെ ആ ഒരു ഊൺ, ടൂൺ, ആ കാർട്ടൂൺ ആ ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. അതേപോലെ ബലൂൺ ആ എന്താണ് ഓ വരുന്ന ആ ഒരു സിലബിളിന്റെ ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ആഫ്റ്റർനൂൺ ആയാലും അതേപോലെ ന്യൂണിന്റെ ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. പിന്നീട് സ്ട്രെസ് ഓൺ കോമ്പൗണ്ട് വേർഡ്സ് അല്ലെങ്കിൽ കോമ്പൗണ്ട് നൗൺസ് ഉണ്ടാകും. കോമ്പൗണ്ട് നൗൺ ഇസ് എ നൗൺ മെയ്ഡ് ഔട്ട് ഓഫ് 2 nouns, 2 നൗണുകൾ ചേർത്തുണ്ടാക്കുന്ന മറ്റൊരു പുതിയ വാക്കിനെയാണ് കോമ്പൗണ്ട് നൗൺ എന്ന് പറയുന്നത്. ദാറ്റ് ക്യാരി എന്താണ് സീംസ് ടു ബി ദ സെയിം വേർഡ്, ഒരേ വാക്കാണ് പക്ഷെ 2 നൗൺ ചേർത്തുണ്ടാക്കുന്നതാണ് കോമ്പൗണ്ട് വേർഡ്. ഇൻ സച്ച് വേർഡ്സ് ദ സ്ട്രെസ് ക്യാരീസ് ഇൻ ദി ഫസ്റ്റ് വേർഡ്. സ്ട്രെസ് കാണുന്നത്, അതിൻ്റെ സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് വേർഡിലാണ്. ഫോർ എക്സാമ്പിൾ സീ ഫുഡ്, സീ ഫുഡ്, സീ ഫുഡ് എന്നുള്ളിടത്ത് ഫസ്റ്റ് സിയും ഫുഡും കൂടി ചേർന്നിട്ടാണ്, 2 നൗൺസ് ആണ്, അത് 2 കൂടി ചേർന്നിട്ടാണ് കോമ്പൗണ്ട് നൗണായ സീ ഫുഡ് എന്ന വാക്ക് ഉണ്ടാകുന്നത്. അതിലെ ഫസ്റ്റ് സിലബിൾ സിയുടെ ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ ഫുട്ബോൾ, ഫുട്ബോൾ, ആ 2 വാക്കും കൂടി ചേർന്ന് ഫുട്ബോൾ എന്നുള്ളിടത്ത് എഫിന്റെ സ്ഥാനത്താണ് നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ബാസ്കറ്റ് ബോൾ, ടൂത്ത് പേസ്റ്റ്, അവിടെയൊക്കെ നമ്മൾ ഫസ്റ്റ് സിലബിളിലാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട് നൗൺ ആണ് എങ്കിൽ, 2 നൗൺസ് തമ്മിലാണ് അത് വരുന്നത് എങ്കിൽ സ്ട്രെസ് ഫസ്റ്റ് സിലബിളിലായിരിക്കും. ഇനി കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണ് എങ്കിൽ, കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 2 വാക്കുകൾ അഡ്ജക്റ്റീവ് ആയിട്ട് വരിക. ആൻഡ് ഇൻ സച്ച് വേർഡ്സ് ദ സ്ട്രെസ് ക്യാരീസ് ദി സെക്കൻഡ് വേർഡ്. സെക്കൻഡ് വേർഡിലാണ് സ്ട്രെസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 15 മിനിറ്റ്സ്, 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് അവിടെ മിനിറ്റിന്റെ ഭാഗത്താണ് നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ റോക്ക് സോളിഡ്, റോക്ക് സോളിഡ് എന്നുള്ളിടത്ത് സോളിഡിന്റെ ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ ഓൾഡ് ഫാഷൻഡ്, ഓൾഡ് ഫാഷൻഡിന്റെ അടുത്താണ് നമ്മൾ 2 കോമ്പൗണ്ട് അഡ്ജക്റ്റീവ് ആണത്. ഓൾഡ് ഫാഷൻഡ് എന്നുള്ളതിന് ഫാഷൻഡ് എന്ന സ്ഥലത്താണ് നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നൗൺസ് ആൻഡ് കോമ്പൗണ്ട് നൗൺസ്. ഇനി നൗണും കോമ്പൗണ്ട് നൗണും കൂടിയാണ് വരുന്നത് എങ്കിൽ സ്ട്രെസ് ഈസ് ഓൺ ദ ഫസ്റ്റ് വേർഡ്. നൗണും കോമ്പൗണ്ട് നൗൺ എന്താ നമ്മൾ പറഞ്ഞു, 2 നൗണുകൾ ഒരുമിച്ച് വരിക. അങ്ങനെ നൗണും കോമ്പൗണ്ട് നൗണും കൂടിയാണ് വരുന്നത് എങ്കിൽ സ്ട്രെസ് ഫസ്റ്റ് സിലബിളിലായിരിക്കും. ഫോർ എക്സാമ്പിൾ ബോർഡ് മെമ്പർ, ബോർഡ് മെമ്പർ എന്നുള്ളതിൻ്റെ ബോർഡിന്റെ സ്ഥലത്താണ്, തുടക്കത്തിലാണ് സ്ട്രെസ്. അതേപോലെ തന്നെ പ്രോജക്റ്റ് മാനേജർ, പ്രോജക്റ്റ് മാനേജർ എന്നുള്ളതിൻ്റെയും സ്ട്രെസ് തുടക്കത്തിലാണ്. അതേപോലെ തന്നെ എയർപ്ലെയിൻ മെക്കാനിക്, എയർപ്ലെയിൻ മെക്കാനിക് എന്നുള്ളതിൻ്റെയും തുടക്കത്തിലാണ് സ്ട്രെസ്. ഇനി പ്രോപ്പർ നൗൺസ് ആണ് എങ്കിൽ നമുക്കറിയാം കോമൺ നൗൺ, പ്രോപ്പർ നൗൺ, കളക്റ്റീവ് നൗൺ എന്നൊക്കെ പറഞ്ഞ് നൗൺസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെയോ വ്യക്തിയുടെയോ ഒക്കെ പേരിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. അങ്ങനെയാണ് വരുന്നത് എങ്കിൽ ദി സെക്കൻഡ് സിലബിൾ ക്യാരീസ് സ്ട്രെസ്. സെക്കൻഡ് സിലബിളിലായിരിക്കും അതിൻ്റെ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നോർത്ത് കൊറിയ, നോർത്ത് കൊറിയ എന്ന് പറയുന്ന ആ സ്ഥലമാണ് നോർത്ത് കൊറിയയുടെ എവിടെയാണ്, കൊറിയയുടെ എവിടെയാണ് നമ്മൾ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്, സെക്കൻഡ് സിലബിളിലാണ് മാർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ മിസ്റ്റർ സ്മിത്ത്, സ്മിത്തിന്റെ ഭാഗത്താണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ദെൻ റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് വരുന്നതെങ്കിൽ, റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് the pronouns that carry the action themselves. അങ്ങനെയുള്ള റിഫ്ലക്സീവ് പ്രോനൗണുകളിൽ സെൽഫിൻ്റെ അടുത്ത് അല്ലെങ്കിൽ സെൽസ് അങ്ങനെ പറയുന്ന സെക്കൻഡ് പാർട്ടിലാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ മൈ സെൽഫ്, അവിടെ സെൽഫിൻ്റെ അടുത്താണ്. ദെൻ സെൽസ്, സെൽസിൻ്റെ അടുത്ത് അവർ സെൽസ്, അങ്ങനെയുള്ള ഭാഗത്തൊക്കെ സെക്കൻഡ് സിലബിളിലാണ് സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്പേഴ്സ്, നമ്പർ വരികയാണെങ്കിൽ the stress is on the first part. 1, 2, 3 അങ്ങനെയുള്ള, അതേപോലെ 10,
100, 100 അതൊക്കെ ഫസ്റ്റ് പാർട്ടിലാണ് അതിന്റെ സ്ട്രെസ് മാർക്ക് ചെയ്യുന്നത്. ഇനി സ്ഥിരം ഈ ഭാഗത്ത് നിന്ന് ചോദിക്കുന്നതാണ് ഏഷ്യനിൽ അവസാനിക്കുന്ന എക്സാമിനേഷൻ, നേഷൻ അങ്ങനെയുള്ള TIONൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് സ്ട്രെസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ആ ടിയുടെ ഭാഗത്ത് TION എന്നുള്ള ആ ഭാഗത്താണ് സ്ട്രെസ് വരുന്നത്. സ്ഥിരം ചോദിക്കുന്നത് ആ ഭാഗത്തു നിന്നായിരിക്കും. അതേപോലെ ചോദിക്കുന്നതാണ് ദ വേർഡ്സ് ഹാവിങ് സെർവ് ആസ് ബോത്ത് നൗൺ ആൻഡ് വേർബ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓബ്ജക്റ്റ് എന്ന് പറയുന്ന വാക്ക്, അതേപോലെ പ്രൊജക്റ്റ് എന്ന് പറയുന്ന വാക്കുകൾ നൗണായിട്ടും വേർബായിട്ടും നിൽക്കുന്ന വാക്കുകൾ ആ ഭാഗത്ത് ക്വസ്റ്റ്യൻ തന്നിട്ട് ചോദിക്കാം. അവിടെയൊക്കെയാണ് സ്ഥിരം ചോദ്യങ്ങൾ വരുന്നത്. അതേപോലെ ദംസെൽസ്, റിഫ്ലെക്സീവ് പ്രോനൗൺ വരുന്ന ഭാഗത്തും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.